പിന്നെ ഗായ്സ് നമ്മളെ മൂന്നാമത്തെ നോമ്പ് ഇവിടെ ആയിക്കാണ്. അപ്പോൾ ഞാൻ നീച്ച് പല്ലൊക്കെ തേച്ചു ബാബുവിനെ വിളിക്കണം. കിച്ചണിക്ക് ഞാൻ പോയിട്ടില്ല, ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാണ് എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ നമുക്ക് ബാബുവിനെ വിളിച്ചിട്ട് രണ്ടാൾ കൂടി ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കണത്. അപ്പോൾ എന്നാലും ബാബുവിനെ വിളിക്കട്ടെ. നല്ല പുതച്ച് മൂടി കിടക്കുകയാണ് കേട്ടോ. സായിബേ ബാബു ടോക്കേ ടോക്കേ അത്താഴത്തെ നീക്കണ്ടേ? നീക്കേ ഇട്ടോക്കെ. ഇമ്മ വിളിച്ചിണ്ടാ, ഇമ്മ വന്ന് കൊട്ടും. ഇട്ടോക്ക് ഞാൻ വലിച്ചിടും, തുണിയില്ല അടിയിൽ. ഇട്ടോക്ക് നേരം വെളുത്ത അത്തോയും ഡോട് മഴ നീച്ചോട്ടെ. ഞാൻ മനോട് പറയും. എന്തായാലും ഗൈസ് ഞാൻ ബാബുവിനെ നീപ്പിച്ചിട്ടുണ്ട്. എന്നും അങ്ങനെ തന്നെയാണ്. നീക്കാൻ കുറച്ച് പണിയാണ്. അപ്പം എന്തായാലും മൂപ്പരാൾ നീച്ച് വന്നിട്ട് ഇൻട്രോ എടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് രണ്ടൊക്കെ ഒന്നിച്ചെടുക്കണം. നീച്ച് കണ്ടേ. എനിക്ക് ഉറക്കം വന്ന് ഉമ്മ ഞങ്ങളിവിടെ എങ്ങനെ നീക്കല് വെച്ചാൽ ഞങ്ങൾ രണ്ടാൾ അലാറം വെച്ച് നീക്കാറില്ല. അതോടെ സത്യം. ഇമ്മ വന്നുകൊണ്ട് കറക്റ്റ് വന്നുകൊണ്ട് ഞാൻ ഇന്നലെ ഒന്നര കയറ്റുള്ളൂ കിടന്നുറങ്ങിയിട്ട്. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന ഉമ്മനെ വിളിച്ച് ഞാൻ അപ്പോൾ ചോദിച്ചു നോക്കണ്ടെന്ന് ഒരു കിടക്കാറ്റാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ടിട്ട് തന്നെ ഒരു 2 ദിവസം അടുപ്പിച്ച് ഒരേ ടൈമിൽ നീച്ചാൽ എനിക്കത് റൂട്ടാവും. അങ്ങനെ ഉമ്മ വന്ന് മുട്ടുമ്പോൾ കറക്റ്റ് ഞാൻ നീക്കും ഫസ്റ്റ്. എല്ലാവർക്കും അങ്ങനെ കിടക്കും താളിപ്പാട്ടിങ്ങാണ്ട്. അതൊന്നും പറ്റൂല. ഉമ്മ എനിക്കിജ് പറഞ്ഞിട്ടല്ല അമ്മ ഓരോന്നുണ്ടാക്കി കണ്ടിട്ട്. വാ ബാബു എന്തായാലും പോയി ഒന്ന് പല്ലും മുറക്കം തേച്ച് വരട്ടെ. അങ്ങനെ ഗായ്സ് ബാബു നീച്ച് പല്ലൊക്കെ തേച്ച് കുട്ടപ്പനായിട്ട് വരുന്നുണ്ട്. നീച്ച് കഴിഞ്ഞാൽ ഒരു മന്ദപ്പാലേ ബാബു? ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ് ഇന്ന് റമളാൻ 3. അത് നമ്മൾ രണ്ടാമത്തെ അത്താഴം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്താ അറിയില്ല, ഒരു മൂന്നാമത്തെ അത്താഴം എടുക്കാന്നൊരു പ്ലാൻ വന്നു. അപ്പം എന്തായാലും നമ്മൾ അത്താഴം കഴിക്കട്ടെ. അപ്പം ഇന്ന് അത്താഴത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് അല്ലേ ബാബു? എന്താ ബാബു റേസർ ഇട്ടിരിക്കണമെന്ന് വിചാരിക്കും ആൾക്കാർ, ബനിയനാണെന്ന് വിചാരിക്കരുത്. നമുക്ക് എന്തായാലും പോയി അത്താഴം കഴിക്കാം. മമ്മി നീച്ചിട്ടുണ്ട്. മമ്മി ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചുകൊണ്ടൊക്കെ പാടിയിട്ട് ടേബിളിൽ നിറച്ച സാധനമുണ്ട് ഗൈസ്. ഇതാണ് ഉമ്മ പറഞ്ഞുള്ള അവിയൽ. പിന്നെ മീൻ പൊരിച്ചുണ്ട്. ഇതത് മീൻ പൊരിച്ചമ്മ? പൂമീൻ തന്നെയാണോ? പിന്നെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ നല്ല തക്കാളി താളിച്ചുണ്ട്. നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട ആകെ ഒരു കുഞ്ഞി കണ്ടല്ലോ ബാക്കിയിട്ടുള്ളൂ. എന്തായാലും ഒരുപാട് നേരം വെക്കണം. നമുക്ക് എന്തായാലും ചോറ് കഴിക്കാം ഗൈസ്. അങ്ങനെ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാം. ഞാൻ ഇതുവരെ താല്പര്യമായിരുന്നു. ഇപ്പോൾ ചോറ് നട്ടോ കേട്ടോ. കുറേ കറികളുണ്ട് നമുക്ക്. എങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ? അമ്മാൻ്റെ കിച്ചടിയാ അച്ചടി എന്താ? സോറി അവിയൽ. എങ്ങനെയുണ്ട് അവിയൽ? ഫുള്ള് പ്രോട്ടീനാണ്. നമ്മളൊരു നല്ല രീതിയിൽ ഉണ്ടാക്കില്ലമ്മ. മുരിങ്ങക്കായ് മാത്രം ഇട്ടുള്ള മുരിങ്ങക്കായ്. അതെ ഗൈസ്, നമ്മള് പെൽച്ചക്ക് നമുക്ക് മീൻ പൊരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കറികളും തലേന്ന് തന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ, വിളിക്കണോരൊക്കെ പറയണ എന്താ പറയാ, വീട്ടിലിരിക്കാൻ വയ്യ, അമ്മ ഒരു ചൂടാണ്. തണുത്തിട്ട് നിക്കാൻ. കാരണം ഇന്നലെ ഞങ്ങൾ രണ്ടാളും കൂടി കിടന്നത് എത്ര മണിക്കാ? ഒരു 1:30 ഒക്കെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. ആ ഒരു ടൈമിന് സാധാരണ വെള്ളം ഐസും കട്ട പോലെ ഉണ്ടാവും. വെള്ളം എന്ത് ചൂട്! ഇപ്പോഴും അത് തന്നെ സെയിം അവസ്ഥ. ഈ ടൈമിലൊന്നും മേത്തേക്ക് വെള്ളം അടുപ്പിക്കാൻ പറ്റില്ല, ചൂട്.
ഭാഗ്യത്തിന് ഞാൻ ബാബുനോട് ബാബു ഭാഗ്യണ്ട് എ സി വെച്ച് എല്ലാവരും ചൂടെടുത്തിട്ട് പൊരിഞ്ഞിട്ട് പായ എന്നാ പറയണത്. ഏതായാലും കൂടുതൽ വെള്ളം അടിക്കാതെ ക്ലീൻ ആക്കും. കുറച്ചേരം പോയി ഉറങ്ങണം നിസ്കരിച്ചിട്ട്, മറ്റേത് പണിയിട്ടു. എല്ലാവരും കട്ടൻ ചായ അടിച്ചാ കൊടുത്തു വാങ്ങിക്കൊടുക്കാനായി. ഏതായാലും പിന്നെ 5:15 ചിലവരുണ്ട് ഇന്നലെ കമന്റിൽ പറയണ് പൊറാട്ട തിന്നിട്ടുണ്ടെങ്കിൽ ദാഹിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഒന്നാമത് പൊറാട്ട എന്ന് പറഞ്ഞ സംഭവമില്ലേ, കേടാണ്, ഭയങ്കര കേടാണ്. പക്ഷെ പൊറാട്ടയിൽ എന്താണ് കേടില്ല പറഞ്ഞ? പൊറോട്ടയിലൊക്കെ കേടാണ്. ഓയിലുണ്ട്, മൈദ ഉണ്ട്. മൈദിനെക്കാട്ടി പ്രശ്നമാണ് ഓയിലാണ്. ഓയില് നല്ല ഓയിലുണ്ട് അതിൽ. പൊറോട്ടയില് മൈദിനെക്കാട്ടി നമുക്ക് കേട് ഓയിലാണ്. കാരണം പറഞ്ഞാൽ പൊറാട്ട ഉണ്ടാക്കല് മുതൽ ഫുൾ ഓയിൽ മേലെ കളി. ഓയിൽ പൊറാട്ട. അപ്പൊ എനിക്ക് പക്ഷെ അങ്ങനെ ദാഹിക്കലൊന്നുമില്ല. അപ്പോൾ കേസ് നമ്മൾ മറ്റേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റൂമൊക്കെ തിരിഞ്ഞിട്ടോ ബെഡ്ഷീറ്റൊക്കെ ആകെ തെറിച്ച് വെക്കും. നേരെ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അനസിന് മുന്നിൽ നോമ്പുറക്കാൻ വിളിക്കുന്നുണ്ട്. നമ്മൾ സൽക്കാരൊക്കെ വീട്ടിൽ വെക്കാത്തല്ലേ. അപ്പോൾ അന്നോട് പറഞ്ഞിരുന്നു സൽക്കാരം വേണ്ട, നമുക്ക് കല്യാണം നോമ്പ് എടുത്തായതുകൊണ്ട് തന്നെ നോമ്പുറക്കാൻ നമുക്ക് ഒരു ദിവസം വിളിക്കാൻ നമ്മുടെ ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്നാൽ സൽക്കാരത്തിന് ഗ്യാപ്പില്ല, പേര് സൽക്കാരം വെച്ചു. അപ്പോൾ ഏതായാലും അതൊക്കെ കഥ. നമസ്കാരം നിസ്കരിക്കാൻ